Namaskaram. Music is enough for a lifetime, but a lifetime is not enough for music. സംഗീതം നിറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു വേദിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ പെർഫോമൻസ് തുടങ്ങാൻ സമയമായിരിക്കുന്നു. പക്ഷെ അതിനു മുൻപ് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ. ശരത് സർ, അൽഫോൻസ് ഏട്ടാ, മഹതി മാം, welcome judges. അടുത്തതായി let me take the honor of welcoming the fantabulous panel of musicians we have here, Team Music ID. ഇന്നത്തെ ഫസ്റ്റ് പെർഫോമൻസ് ഫോറിൻ ലാംഗ്വേജ് സോങ്സ് റൗണ്ടിലാണ്. ആദ്യമായി വരുന്നത് ധനുഷയാണ്. So let me welcome Dhanusha onto the stage of Superstar. നെക്സ്റ്റ് ഞാൻ പാടാൻ പോകുന്നത് വെസ്റ്റേൺ റൗണ്ടിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ജോണറിൽ പാടുന്നത്. കാറ്റി പെറി പാടിയ റോർ എന്ന ആൽബമാണ് ഞാൻ പാടുന്നത്. സോ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. I used to bite my tongue and hold my breath. Got to rock the boat and make a mess. So I say quietly, agree politely. I guess that I forgot I had a choice. Let you push me past and break the boy. I stood for nothing, so I fell for everything. You held me down, but I got held. Already rushing off the desk. Hear my voice, hear that sound. Like thunder gonna shake the ground. You held me down, but I got held. Get ready, cause I had enough. I see it all, I see it now. I got the eye of the tiger, I'm a fighter, dancing through the fire. Cause I am a champion, and you're gonna hear me roar louder, louder than a lion. Cause I am a champion, and you're gonna hear me roar. Oh, 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 oh. Oh, 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 oh. Oh, 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 oh. You're gonna hear me roar. Now floating like a butterfly, stinging like a bee or mustache. I went from zero to my own hero. You held me down, but I got up. Already brushing off the dust. Hear my voice, hear that sound. Like thunder gonna shake the ground. You held me down, but I got up. Already brushing off the dust. I see it all, I see it now. I got the eye of the tiger, I'm a fighter, dancing through the fire. Cause I am a champion, and you're gonna hear me roar louder, louder than a lion. Cause I am a champion, and you're gonna hear me roar. Oh, 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 oh. Oh, 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 oh. Oh, 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 oh. You're gonna hear me roar.
ധനുഷ, ഹായ്. കേറ്റി പെരിയുടെ ഒരു പോപ്പുലർ ഹിറ്റാണ് ഇപ്പൊ ഇവിടെ പാടിയത്. ആദ്യമായിട്ടാണോ വെസ്റ്റേൺ ട്രൈ ചെയ്യുന്നത്? ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടന്മാരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ദേവു എനിക്ക് ഒരുപാട് കറക്ഷൻ ചെയ്തു. കോറസ് ടീം വളരെ നല്ല രീതിയിൽ തന്നെ ഈ പെർഫോമൻസിന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നമുക്ക് ചോദിച്ചു നോക്കാം ജഡ്ജസിനോട് കമന്റ്സ്. ഓക്കെ. ശരത് സർ. ധനുഷ സർ. നന്നായിരുന്നു ധനുഷ. താങ്ക് യു സർ. ഇതിപ്പോൾ ഒറിജിനൽ കേട്ട് ശീലമില്ലാത്തവർക്ക് ഇതിപ്പോൾ ഉഗ്രമായിരിക്കും. അപ്പം മോള് കുറച്ചുകൂടെ എന്താ പറയണ്ടേ, ആ ഒരു ചില ഏരിയ ഒക്കെ എന്താ പറയണ്ടേ, എൻ്റെ ഒരു ഹുക്ക് പോർഷനിൽ ഒരു ലൈൻ ഒരു പോർഷൻ ഉണ്ട്, എന്താ അതിന് വേറൊരു ലെവലുള്ള ഒരു പവറാണ് വേണ്ടത്. അപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായില്ലേ, ആ റോറൊക്കെ റോറാണ്, അല്ലേ ബോറാവും കേട്ടോ. അല്ലേ റോറിനാണ് സാധാരണ ഇവിടെ ഗോപാലകൃഷ്ണൻ സംഗീത സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിലെ 4ാമത്തെ പാട്ടിൻ്റെ ഒരു ഭാഗം പോലെ ഇരിക്കും. അങ്ങനല്ല, ഇതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടില്ലെന്ന് വിചാരിച്ചാ ചോദിച്ചത്. ആ, അപ്പൊ അത് സംഭവം മനസ്സിലായില്ലേ? അപ്പൊ അത് വേണ്ടേ, ആ ഒരു ഐറ്റം, അത് അപ്പോഴാണ് ആ ഒരു സിംഗപ്പേഷന് ഒരു അർത്ഥം ഉണ്ടാവുക. അത് ഇതിൽ നിന്ന് അവിടുന്ന് ഒരു എന്താ പറയണ്ട, ഒരു ടേക്ക് ഓഫ് ആണ്. അപ്പൊ അത് മ്യൂസിക്കലി അപ്പൊ അത് നമുക്ക് കിട്ടണം കേട്ടോ. നമ്മൾ പാടിയത് നന്നായില്ലെന്നല്ല, നന്നായിട്ടുണ്ട്, എനിക്ക് കുറെ ഇഷ്ടമായി. പക്ഷെ എങ്കിലും ഇത് കുറേയും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ എന്തായിരുന്നു, വല്ല ബാങ്കിൽ നിർത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പിന്നെ ഇങ്ങനെ ഒരു ശബ്ദത്തിലങ്ങ് തീർന്നു, അതാ ഞാൻ ചോദിച്ചത്. താളം വിടേണ്ട കാര്യം, ഇത് കച്ചേരി കള്ളത്തിലൊന്നും പറയണ്ട. അവരൊരു ശബ്ദം വരുമെന്ന് വിചാരിച്ചോട്ടെ, ഒന്നും നടന്നില്ല. പിന്നെ ആ ഒരു എൻ്റെ ഭയങ്കര ബോറായിരുന്നു മോള്, ഉള്ള സത്യം പറയാമല്ലോ. എന്തിനാ MGR രജനീകാന്ത് ശബ്ദം വരാൻ? അവിടെ എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടെങ്കിലോ കൊള്ളാവോ അല്ലേ? അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള സത്യം പറയാമല്ലോ. എന്താണ്, സിംഹം ചീറ്റിപ്പോയി. താളം പിടിക്കുന്ന എന്തിനാ? അത് കഴിഞ്ഞില്ലേ, പാടി കഴിഞ്ഞ ശേഷം പിന്നെ എന്തോന്ന് ടെമ്പോ പിടുത്തം? വേറെ കല്യാണത്തിനെങ്ങാനും പോണോ? ഇത്രയും ടെമ്പോ പിടിക്കുന്ന എന്തിനാ? എന്തൊക്കെ എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൺസ് ചേട്ടാ. ധനുഷ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് കോസ്റ്റ്യൂം നല്ല ഇഷ്ടമായി. ഈ ഒരു നല്ല കളർഫുൾ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. ഒരു ഗുങ്കുമുണ്ടായിരുന്നു, ഹെയറും എല്ലാം നല്ല രസമായിട്ട്, എന്തോ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. സോങ് തനിയെ പഠിച്ചതാണെങ്കിലും എനിക്കൊന്ന് കുറച്ച് കറക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ, ലിറിക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ. പക്ഷെ ഓവറോൾ അതിൻ്റെ ഒരു കൾച്ചർ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് തോന്നിയത്, കുറച്ചും കൂടെ അതിനകത്തൊരു എന്താ പറയുന്നത്, ഒരു സ്ട്രെങ്ത് ഉണ്ട് പാടുമ്പോഴത്തേക്കും. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പഠിക്കേ. I used to bite my tongue and hold my breath. I used to ഒരു ചെറിയൊരു പ്രഷർ, ഒരു സ്ട്രെങ്ത്. I used to bite my tongue and hold my breath. Tongue and hold my breath. ഒരു tongue and hold my breath. Get you rock the boat and make a mess. ഇപ്പൊ ഒരു സാധാരണ ഒരു റോയിൽ കുറച്ചും കൂടി ഒന്ന് ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടൊന്ന് പാടിയൊക്കെ. I used to bite my tongue and hold my breath. Get you rock the boat and make a mess. So I say quietly, agree politely. I guess that I forgot I had a choice. Let you push me passing break. Okay. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് അതിനകത്തുണ്ട് പറയുന്നതിന്, ഓരോരോ ഇതിലാണെങ്കിലും. പിന്നെ ചില വാക്കുകൾ പറയുന്നത് ചോയ്സ്, അതുപോലെ യു ആർ ഗോണ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവിടെ ശബ്ദിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. യു ആർ ഗോണ, ഭാഗം പഠിക്കേ. അപ്പൊ ഞാൻ ഓരോ പ്രാവശ്യം ആ പോർഷൻ എത്തുമ്പോ ഒരു ആർ കേൾക്കുന്നുണ്ട് ശരിക്കും എൻ്റെ ഇടയിൽ കൂടെ. ആറ് കേൾപ്പിക്കണം എന്നില്ല. ആ പോർഷൻ വന്നാൽ മതി. അതുപോലെ ഐ സീ റോൾ, ആ പോർഷൻ അല്ലേ,
അത് പറഞ്ഞപ്പോഴത്തേക്കും എന്തോ ഒരു സംഭവം മാറിപ്പോയായിരുന്നു. പിന്നെ ലൗഡർ അത് അവിടെയും 6 കാണിക്കണം നിർബന്ധമില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് സംഗതികൾ ഒഴിച്ച. പക്ഷെ എനിക്ക് ഞാനതിൻ്റെ പെർഫെക്ഷൻ എന്നുള്ളതിനേക്കാൾ ധനുഷ ഇങ്ങനെ നിന്ന് പാടുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയൊരു എനിക്ക് ഒത്തിരി ഐ റിയലി വോണ്ട് അപ്രിഷിയേറ്റ് ചെയ്യും. കാര്യം ഇവിടെ വന്ന സമയത്ത് ഏത് പാട്ടാണ് ആദ്യം പാടിയത് നമ്മളുടെ സൂപ്പർ സ്റ്റാറിൽ? ജൂം ബാബ ആയിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ലായിരുന്നു, അത് നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ജീൻസ് ഇട്ടെന്നൊക്കെ ഞാൻ ചോദിച്ചത് അതാണെന്ന് തോന്നുന്നല്ലേ അന്നത്തെ പെർഫോമൻസിൽ. ഓക്കെ, പക്ഷേ നല്ലൊരു ഡിഫറൻസ് ധനുഷയുടെ പെർഫോമൻസുകൾ കാണാൻ പറ്റുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി അതങ്ങ് കയറി വരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. വെരി ഗുഡ് ധനുഷ. താങ്ക് യു മാം. നന്നായി പാടി. താങ്ക് യു. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത്രയും അഡാപ്റ്റബിലിറ്റി വരുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നന്നായി പാടി. വെരി ഇൻ്റലിജൻറ്റ് സോങ് ചോയ്സ് ഓൾസോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട്. എന്ത് ക്യൂട്ട് പിക്ചറൈസേഷനല്ലേ. ആൻഡ് ധനുഷ, ഐ തിങ്ക് യുവർ പ്രൊനൗൺസിയേഷൻ definitely was good. Thank you. Okay, and especially Eye of the Tiger, a fighter dancing through the fire. That portion you sounded very, very nice. അതിന് ക്രെഡിറ്റ് ദേവുനാട്ടോ. ദേവുവാണ് എനിക്ക് കറക്റ്റ്. ദേവു, thank you. So very nice that place was. എനിക്കും തോന്നിയിരുന്നു ഈ പാട്ടിൽ നമ്മൾ കേൾക്കുമ്പോൾ, ഒറിജിനൽ കേൾക്കുമ്പോൾ ആ സിംഗർ പാടിയിട്ടുള്ളത് ഇനീഷ്യൽ പോർഷൻസ് ഒക്കെ ഇറ്റ് ബി ലിറ്റിൽ സട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഐ ഓഫ് ദ ടൈഗർ വരുമ്പോൾ കണ്ടിട്ടില്ലേ, ടൈഗറായിട്ട് കോൺഫ്രണ്ട് ചെയ്യുന്ന ഒരു മൊമെന്റിലാണ് ഈ ഐ ഓഫ് ദ ടൈഗർ എന്ന് പറഞ്ഞ ആ ഫ്രേസ് വരുന്നത്. സോ അത്രയ്ക്കും പവർഫുൾ ആയിരിക്കണം വോയിസ്. ഒന്ന് ധനുഷ് ഇപ്പോൾ പാടിയതിനെക്കാട്ടിലും കുറച്ചും കൂടി ത്രോ ചെയ്ത് ഒരു നല്ല ഗുമ്മോടെ പാടും. I see it all, I see it now. I got the eye of the tiger, my fighter, dancing through the fire. 'Cause I am a champion, and you're gonna hear me roar louder, louder than a lion. 'Cause Okay. ആൻഡ് അവസാനത്തെ റോറ് പൂച്ചേനെ പോലെ ആയിപ്പോയി കേട്ടോ. റോർ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 കേട്ടേ ഇല്ല, അവസാനത്തെ 6. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്ലിക്കും ഉണ്ടായിരുന്നു. അതാണ് ഫെദർ ടു ദ ക്യാപ്പ്. എനിവേസ്, എനിക്കിഷ്ടമായി. ഇപ്പോൾ കൊടുത്ത ത്രോനെക്കാട്ടിലും ഇനിയും 10 times it has to come. Okay? So just get yourself motivated. First time definitely it was a very wonderful performance. Thank you ma'am. Thank you judges. ധനുഷയുടെ ഈ പെർഫോമൻസിന്റെ മാർക്സ് ചോദിക്കാം. ശരത് സർ. എന്താണ്, എന്ത് വേണം? മാർക്ക് പറയട്ടെ. ധനുഷ 23 marks. Thank you sir. 23 on 25. അൽഫോൻസ് ചേട്ടാ 23. Thank you sir. 23 on 25. Mahati ma'am 23. Thank you ma'am. 23 on 25. അപ്പോൾ ടോട്ടൽ 69 on 75. വളരെ നല്ല മാർക്കാണ്. അടുത്ത റൗണ്ടിലും നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് ധനുഷ. Thank you. അടുത്തതായി പാടാൻ വരുന്നത് ഡുവറ്റ് സോങ്സ് റൗണ്ടിൽ അനിലയാണ്. So let me welcome Anila and her partner onto the stage of Superstar. ഹായ്, അടുത്തായി ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ഡ്യുവറ്റ് റൗണ്ടിലാണ്. ഡ്യുവറ്റ് റൗണ്ടിന് വേണ്ടി എൻ്റെ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ നാട്ടുകാരൻ തന്നെയായ പ്രമോദേട്ടനാണ്. പ്രമോദേട്ടൻ ഇതിനു മുമ്പ് ഒത്തിരി റിയാലിറ്റി ഷോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ്, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ പ്രമോദേട്ടൻ്റെ സപ്പോർട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹൂ ലലല്ല എന്ന റഹ്മാൻ്റെ ഹിറ്റ് സോങ് ആണ്. ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ്.
മാമരക്കിലയിലെ പച്ചക്കിളിയൊന്നു കേട്ടതു കേട്ടതു കേൾവി என்ன என் கண்ணு ரொம்ப அழகா என் ரெக்க ரொம்ப அழகா இந்த கேள்வி என்னை கேட்டால் என்ன நான் பாடுவேன் மேட்டுச்சாலையிலே மாற்று வண்டியிலே ஏ போராலே பொண்ணு ஒரு தீ பொண்ணு கட்டியது என்ன புடவை என்றே வானவில்லின் வண்ணம் என்றார் மழைத்துளி மண்ணில் வந்து சிந்து சிந்து எழுகிறதே ஒரு வாசம் அது என்னை வானவில்லில் கொண்டு சேர்த்து விடுகிறதே சில நேரம் கிளியொன்னு கேட்டது கேட்டது கேள்வி என்ன என் கண்ணு ரொம்ப அழகா என் ரெக்க ரொம்ப அழகா இந்த கேள்வி என்னை கேட்டால் என்ன நான் பாடுவேன்
അനില, ഡുവറ്റ് സോങ്സ് റൗണ്ടിൽ നല്ലൊരു കളർഫുൽ പെർഫോമൻസ് ആയിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ അങ്ങ് വന്ന് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ചേട്ടനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരും. ചേട്ടൻ്റെ പേരെന്താണ്? പ്രമോദ്. ചേട്ടൻ ബേസിക്കലി പ്രൊഫഷണൽ സിംഗർ ആണ്. അതെ അതെ. കൂടുതൽ പറയും, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ. ആലപ്പുഴയാണ് സ്വദേശം, സിംഗിങ് തന്നെയാണ് പ്രൊഫഷൻ. ഓക്കെ, അനിലിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമുക്ക് കമന്റ്സ് ചോദിക്കാം ജഡ്ജസിനോട്. ശരത് സർ. അനില, നല്ല ഓളമുള്ള ഒരു പാട്ട്, രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. പ്രമോദേ, സുഖാണോ? അതെ സാർ. എനിക്ക് തോന്നിയത് അനിലയുടെ പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറഞ്ഞു പോയോ എന്നൊരു ചെറിയൊരു തോന്നൽ. ഞാനൊരു കാറ്റടിച്ചു. മറ്റുള്ളവരൊക്കെ എന്താണ്ടൊക്കെ ചെയ്യുന്നു, അനില മാത്രം അവിടെ കുറേയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വല്ലതുമൊക്കെ പാടുന്നു എന്നുള്ള ഒരു ലെവലുണ്ടായിരുന്നു. കൂടുതൽ കാര്യം പ്രമോദ് അങ്ങ് ഈ പച്ച ഉടുപ്പിട്ടേക്കുന്നുണ്ട്, ഇവിടൊക്കെ നിറഞ്ഞങ്ങ് നിൽക്കുന്ന പോലെ തോന്നി നമുക്ക്. പാടി എനിക്ക് ഇഷ്ടമായി, പക്ഷെ അത്രയ്ക്ക് ഇഷ്ടമായില്ല എന്നേ ഉള്ളൂ. നമ്മളെ നന്നാക്കുക. പ്രമോദിനെല്ലാം ഐശ്വര്യവും കല്യാണത്തിന് ശേഷവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടോ? എനിക്ക് തോന്നിയത് അനില കുറച്ച് സേഫ് ഒരു ഒരു എന്താ പറയുക, സേഫ് ആയിട്ടുള്ളൊരു പാട്ട് കളിച്ച പോലെ എനിക്ക് തോന്നി. അവിടെ സൈഡിൽ നിന്ന് പാടുന്ന സമയത്തൊക്കെ വളരെ ശാന്തമായി നിന്ന് അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടി അല്ലേ? പ്രമോദ് ഫുള്ളായിട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് തനിയെ വന്ന് വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫ്രണ്ടിലൊക്കെ വന്ന് എല്ലാവരും കൂട്ടുകാരെയൊക്കെ ഒന്ന് ഹൈ ഒക്കെ പറഞ്ഞ് ആൾ തിരിച്ച്. അപ്പം അങ്ങനെ വരുമ്പോൾ ആളെ കൂടെ ഒന്ന് വിളിച്ചാൽ മതി, രണ്ടുപേരും കൂടെ വന്ന് നിൽക്കുവായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നേ. പിന്നെ ഇന്ത കേൾവി എന്ന് പറയുന്ന ഒരു അവിടെ ഇച്ചിരി ഫ്ലാറ്റായിരുന്നു. പിന്നെ പ്രശ്നം വന്നതാ, എനിക്ക് അത് അവിടെ ഷിഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അവിടെ അനില പാടിയത് കേട്ടില്ല, അനിലയുടെ സ്വരം വന്നില്ല, പക്ഷെ സെക്കൻഡ്സ് പുറകിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് കേട്ടു. അപ്പം ഞാൻ ഓർത്തു മൈക്ക് പ്ലേസ്മെൻറ്റിൽ പറ്റിയ മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോഴത്തേക്കും അവർ നിർത്തി, പിന്നെ ഇവിടുന്ന് ഏറ്റെടുത്ത് വേറെ ശ്രുതിയിലേക്ക് പോയി. എന്തായാലും അവസാനം പാട്ട് കൊണ്ട് നിർത്തിയപ്പം നിങ്ങൾ 3 പേരും 3 ശ്രുതിയിലായിരുന്നു മാത്രം, 3 കോഡുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അങ്ങനത്തെ ഷിഫ്റ്റൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യൂ നിങ്ങൾ കണ്ണുകൊണ്ട് തന്നെ ഒന്ന് കാണിച്ചാലും മതി. ജാക്കയുടെ അടുത്തൊരു ഒരു ഇതൊക്കെ ഒന്ന് ഒന്ന് കണ്ണിറുക്കി ഒന്ന് കാണിച്ചാൽ മതി. അപ്പം കറക്റ്റ് ആ സ്ഥലമായി എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ജാക്ക പക്ഷെ ഇങ്ങോട്ട് നോക്കിയില്ല എന്ന് തോന്നുന്നു അല്ലേ? പുള്ളിക്ക് മൊത്തം കീബോർഡിലേക്ക് മാത്രം ആയിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രമോദ് നല്ലതായിരുന്നു, നല്ല സിംഗിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഉണ്ണിയേട്ടൻ്റെ ഒരു ഫീല് തോന്നിയായിരുന്നു പാടി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ അനില കുറച്ചും കൂടി ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ആവർത്തിക്കുക, കുറച്ചും കൂടി അനിലയ്ക്ക് പെർഫോം ചെയ്യാവുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്ക് ഇവർക്ക് എല്ലാവർക്കും ഇടേണ്ടി വരും, പ്രമോദിനും ഇവർക്ക് എല്ലാവർക്കും ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒന്ന് ശ്രദ്ധിക്കണം. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം? നന്നായി പാടി അനില. ആൻഡ് പ്രമോദ് ഏട്ടാ നന്നായിട്ടുണ്ടായിരുന്നു. അനില എനിക്ക് തോന്നി ഭയങ്കര ഒരു സേഫ് ചോയ്സ് ഓഫ് സോങ് ആയിരുന്നു. അനിലയുടെ ഒരു കേപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ അനിലയ്ക്ക് ഇതിലും കൂടുതലായിട്ട് സ്കോപ്പുള്ള ഒരു പാട്ട് ചൂസ് ചെയ്യാമായിരുന്നു. ബിക്കോസ് ആസ് വി ആർ ഗോയിങ് ഫോർവേഡ് ഇൻ ദ പ്രോഗ്രാം കുറച്ചും കൂടി ടഫർ ആവാണ്, കമ്പീറ്റൻസ് കുറച്ചും കൂടി നമ്മൾ കൂട്ടണ്ടേ. സോ അനില കുറച്ച് സേഫായിട്ട് ചൂസ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മോസോ അനിലയുടെ യൂഷ്വൽ പഞ്ച് ആൻഡ് യൂഷ്വൽ കോൺഫിഡൻസ് ഞാനിന്ന് അത്ര കണ്ടില്ല. സോ എനിക്ക് തോന്നിയത് അനില ഇവിടെ ആയിരുന്നില്ല, ഒരു പ്രസൻസ് ഫീല് അനില അവിടെ തന്നെയാണ്, ഒരു നല്ല എനർജറ്റിക് പെർഫോമൻസ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ ഫീൽ അനിലയ്ക്ക് തന്നെ ബേസിക്കലി ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾക്കും അത് കിട്ടിയില്ല. ഓവറോൾ ഇറ്റ്സ് എ നൈസ് സോങ് ടു പെർഫോം, പക്ഷേ വി ഡെഫിനറ്റ്ലി എക്സ്പെക്റ്റഡ് മോർ ഫ്രം അനില. ഓക്കെ, പ്രമോദേട്ടൻ അസലായി പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാന്റാസ്റ്റിക് മാരിഡ് ലൈഫ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. അനിലയുടെയും പ്രമോദേട്ടനെയും ഈ പെർഫോമൻസിന് മാർക്സ് ചോദിക്കാം. ശരത് സർ? എത്ര വേണം? അല്ലെ പ്രമോദ് പറ, അനിലേക്ക് എത്ര മാർക്ക് കൊടുക്കും? വല്ല വൃത്തികേട് നീ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം ഞാനങ്ങ് എടുക്കും. ഓക്കെ,
പറ, എത്ര കൊടുക്കാം? പറയൂ. 19. നല്ല ഒരു ചെക്കൻ കേട്ടാ. ഇവന് എവിടുന്ന് കിട്ടി അനിലേക്ക്? ഇങ്ങനെ പറയുമ്പോഴെങ്കിലും കുറച്ച് കൂട്ടി പറയണ്ടേ? ചുമ്മാ അത് സാറ് ഭീഷണിപ്പെടുത്തിയോണ്ടാ. ഇടേ, ഞാൻ ഭീഷണിപ്പെടുത്തിയ നീ സത്യം പറയാതിരിക്കും. എത്ര കള്ളങ്ങൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞേക്കുന്നു. പറഞ്ഞൂടെ? 19+ കല്യാണമായോണ്ട് 1 മാർക്കുള്ളൂ. അതെന്തോന്ന്? ഭർത്താവിന് എന്നാ 1 വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു 1/2 മാർക്കും കൂടെ കൊടുക്കേണ്ടി വരും. എന്തൊക്കെയായാലും നമ്മുടെ ഈ പച്ചക്കുതിരയ്ക്ക് വേണ്ടി 20 മാർക്ക് ഞാൻ തരുന്നു. 20 on 25. അൽഫോൻസേട്ടാ? അന്നിലേക്ക് മാർക്ക് തരുന്നതിന് മുമ്പ് പ്രമോദിന്റെ വൈഫ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കാണികൾക്കെല്ലാം കാണണമെന്ന് ഒരാഗ്രഹമുണ്ട്. പ്രമോദ്, വൈഫ് വന്നിട്ടുണ്ട്. സാറ് നേരത്തെ പണി കൊടുക്കുന്ന പറഞ്ഞിട്ട് പേടിച്ചോടെ മാറിയിരിക്കരുത്. ഇല്ല, അത് എന്നെ കാണിച്ച വൈഫ് തന്നെയാണോ എപ്പോഴും വന്നേക്കുന്നത്? അതെ അതെ സർ. പ്ലീസ്. എന്തായാലും വെൽക്കം ടാ, വെൽക്കം ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഫാമിലിയിലേക്ക് വെൽക്കം. അപ്പോൾ അനിലേക്ക് ഞാൻ ഈ ഒരു സന്തോഷത്തിന്റെ പേരിൽ ഒരു 0.5 കൂടി കൂട്ടി കൊടുക്കാം. 20.5. 20.5 on 25. Mahati ma'am? Anila, wishing you a fantastic married life. Okay? Thank you, ma'am. God bless you both. 20.5. 20.5 on 25. അപ്പോൾ ടോട്ടൽ 61 on 75. ഹാപ്പി അല്ലേ നിങ്ങൾ രണ്ടുപേരും? അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വൺസ് അഗൈൻ വിഷിംഗ് യു ബോത്ത് എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു പ്രമോദേട്ട, ഞങ്ങളുടെ കണ്ടസ്റ്റന്റിനെ വന്ന് സപ്പോർട്ട് ചെയ്തതിന്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമർ ശ്രീരേഖയാണ്. ഡുവറ്റ് സോങ് പാടാനാണ് ശ്രീരേഖ എത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീരേഖ ആൻഡ് ഹർ പാർട്ട്ണർ ടു സിംഗ് ഇൻ ദിസ് റൗണ്ട്. ഡുവറ്റിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് സൗണ്ട് തോമ എന്ന മൂവിയിലെ കന്നിപ്പെണ്ണ എന്ന സോങ്ങാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഋഷികേശനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവടെ കട്ടെടുത്ത പട്ടുനിലാവേ കനവിൻ തോടെ കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുളഞ്ഞോളെ കന്നിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവടെ കട്ടെടുത്ത പട്ടുനിലാവേ കനവിൻ തോടെ കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുളഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ. കുട്ടിക്കാലത്തെ പൂമ്പാറ്റ പെണ്ണെ ഇഷ്ടം കൂടാനായി പോന്നില്ലേ പൊന്നെ തൊട്ടാലൊത്തുന്ന മിഠായി പയ്യൻ കെട്ടിക്കൊണ്ടുപോകാൻ വന്നില്ലേ എന്നെ. കുരുവിപ്പാട്ടിൽ കുപ്പിവളത്താണോ കനവിനുള്ളിൽ തപ്പുതകിൽ വേണോ ഒരു നാൾ നമ്മൾ കുഞ്ഞു വരുമ്പോഴും കണ്ണാടി കണ്ണാലെ കിന്നാരം ചൊല്ലും നേരം മഴ വന്നേ പതിയെ കാട്ടു ചേമ്പി നിലയെടുത്തൊരു കുട പിടിച്ചവളെ കന്നി പെണ്ണെ കൺകതളിത്തേനെ കണ്ടവടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിങ്ങം വന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്ങിനുള്ളിൽ കാത്തുവെച്ച താലി തരില്ലേ.
കൺകതളിത്തേനെ കണ്ടവടെ കട്ടെടുത്ത പട്ടുനിലാവേ ഓ ചിന്നമ്മന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവെച്ച താലി തരില്ലേ കനവിൻ തോണി കൂട്ടുതുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുറഞ്ഞോളെ കടവിൽ ദൂരെ പൂവരങ്ങിൽ നാളെ പൂക്കൈത പൂത്താൽ കല്യാണമല്ലേ കണ്ണിപ്പെണ്ണെ കൺകതളിത്തേനെ കണ്ടവടെ കട്ടെടുത്ത പട്ടുനിലാവേ ചിന്നമ്മന്നേ ചെങ്കതിരും കൊണ്ടേ ചങ്കിനുള്ളിൽ കാത്തുവെച്ച താലി തരില്ലേ ശ്രീരേഖ ചേച്ചി നല്ല കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഡാൻസേഴ്സ് ഒക്കെ കൂടെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ പാർട്ട്ണറിനെ. ഏട്ടൻ്റെ പേര് ഋഷികേശ് ദേവ്. ഋഷികേഷ് എന്താ ചെയ്യുന്നത്? പഠിക്കുന്നു, പോളിടെക്നിക് പഠിക്കുകയാണ്. പിന്നെ ശ്രീരേഖയുടെ അമ്മയുടെ സ്റ്റുഡൻ്റ് ആണ്, പഠിച്ചുകൊണ്ട് തുടങ്ങിയുള്ളൂ. ഓക്കെ, താങ്ക് യു ഋഷികേഷ്. നമുക്ക് കമന്റ്സ് ചോദിക്കാം ജഡ്ജസിനോട്. ശരത് സർ. ശ്രീരേഖ, ഒരു രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു സർ. ഋഷികേശ് നന്നായിരുന്നു. ഋഷികേശ് ഇത് എടുത്ത് പറയാൻ വേണ്ടി ഉള്ള ഐറ്റങ്ങളൊന്നും ഇല്ല, എങ്കിലും ഒരു എന്താ പറയണ്ട, ഒരു ചും ഉണ്ടായിരുന്നു. അതങ്ങനെ അങ്ങ് ഒരു ഓളത്തിന് ജിങ്കി ചിക്കിട്ടി അങ്ങ് പോയി. കൊള്ളായിരുന്നു. അവിടെ പിന്നെ ചില സ്ഥലമൊക്കെ കുറച്ചും കൂടെ കറക്റ്റ് ചെയ്യണം പാടേണ്ടത്. നമ്മളിപ്പോൾ പറയുന്നില്ല. ആ ചരണത്തിലും പല്ലവിയുടെ എൻഡ് പോർഷനൊക്കെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ഡാൻസ് എങ്ങനെ ചെയ്തോ ഇതിൻ്റെ ഇടയ്ക്ക്? ഞാൻ ചെയ്ത കാര്യമാണോ ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത്? ഞാനോ ഇന്ന് ചോദിക്കാൻ? നിന്റെ കാര്യം മോളെ ചോദിച്ചത്. എവിടെ നിന്ന് ചെയ്തു? അയ്യത്തോ? എവിടെ നിന്നാ ചെയ്തത്? ഇവിടെ നിന്ന് ഡാൻസ് ചെയ്തോ? കണ്ടതേ ഇല്ല കേട്ടാ. മോള് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഞാൻ കുലുങ്ങുന്ന ഞാൻ കണ്ടായിരുന്നു. ആ പിന്നെ മാറി, പിന്നെ അവിടെ കളിച്ച് ഇവിടെ വന്ന് മൊത്തത്തിൽ ഇവിടെ കിടന്ന് കളിക്കുകയായിരുന്നു അല്ലേ? മക്കള് വെളിയിൽ പോയി കളിക്കണം കേട്ടാ, സ്റ്റേജിലല്ല കളിക്കേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെന്നറിയോ മോള്? ഞാൻ കുറേ രസിച്ച ഒരു ഐറ്റം ഇതില് എന്താണെന്ന് പറയാം. എന്താണ്? അണ്ണ വാ അണ്ണ, എനിക്ക് കമ്മറ മുട്ടായി വാങ്ങിച്ച അണ്ണ എന്ന് പറഞ്ഞ അണ്ണനെയും കൊണ്ട് അങ്ങ് പോയി. എവിടെ പോയത് നിങ്ങള്? ചായക്കടയിൽ. പ്ലാൻ ചെയ്തൊരു സംഭവമായിരുന്നേ. പ്ലാനോ? പ്ലാൻ ചെയ്തതായിരുന്നേ, ചേട്ടൻ മറന്നുപോയി. ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഉള്ള പെൺപിള്ളേർ ഇങ്ങനെ ചേട്ടന്മാര് മറക്കുന്നതല്ല, മറക്കുന്ന പോലെ അഭിനയിക്കുന്നതാ. എന്നാലും മോളെ കൊള്ളായിരുന്നു കേട്ടോ. അതിലൊരു എന്താ പറയണ്ട, ഒരു കുഞ്ഞു കൊച്ച് അതിൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ചേട്ടൻ്റെ കൈ പിടിച്ച് അണ്ണ വന്നാട്ടെണ്ണ എന്ന് പറഞ്ഞ് പോയത് പറഞ്ഞു. ഞങ്ങൾക്ക് അതൊക്കെ രസിച്ചു കേട്ടോ. അവള് സ്കൂളിൽ പോകുന്നതാന്ന് വിചാരിച്ചു ഞാൻ ആദ്യം. പോട്ടെ, പക്ഷെ ഇതേ കൊണ്ട് കേട്ടോ. വേറെ ഒന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇല്ലല്ലോ അതിനകത്ത്. ഒരു ചുങ്ക പാട്ട്. അപ്പോൾ അത് ഒരു ഓളത്തിന് എന്താ പറയണ്ടേ. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയും മോളെ. ആരൊക്കെയാ ചെയ്ത്, ഏത് ഫിലിമാണ്, ആരഭിനയിച്ചു? സൗണ്ട് തോമ ഫിലിം. ശങ്കർ ജിയും റിമി ടോമിയും കൂടെ പാടി. പിന്നെ എഴുതിയത് മുരുകൻ കാട്ടാക്കട. മുരുകൻ അണ്ണാച്ചി. കമ്പോസിംഗ് ഗോപി സുന്ദർ. ഗോപി സുന്ദർ. അതോ വെറും ഗോപി സുന്ദർ? ഗോപി സുന്ദർ. ഓക്കെ. അപ്പം മൊത്തത്തിൽ എന്താ പറയണ്ട, ഒരു ഓളം, ഒരു സൗണ്ട് തോമയായിരുന്നു ഇത് കേട്ടോ. അപ്പം മോളെ അത് ഓക്കെ. എന്നാലും കുറേ കൂടെ ശ്രദ്ധിക്കുക മോളെ, കുറച്ചും കൂടെ അതിൻ്റെ ഒരു രസം, ഒരു ഗുംബരട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. അൽഫോൻസ് ചേട്ടാ. ശ്രീലേഖ എൻ ഋഷികേശ്. ഋഷികേശ് ഒരു പാവാന്ന് തോന്നുന്നു അല്ലേ? ഒരു ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ശക്തമായിട്ട്, പക്ഷെ അങ്ങോട്ട് പക്ഷെ പാടിയത് നല്ലായിരുന്നു കേട്ടോ. എനിക്കൊരു കാര്യം തോന്നിയത്, ഈ പാട്ട് ഒരു ഹൈ പേസ്ഡ്, ഒരു ഹൈ എനർജി സോങ് ആണല്ലോ. എനിക്ക് ഡാൻസേഴ്സിൻ്റെ ആ ഒരു സ്റ്റാമിന ഓർത്തിട്ട് ഞാൻ അതിശയിച്ചു പോയി, എങ്ങനെ അത് കളിക്കണേന്നുള്ളത്. വെരി ഗുഡ്. ഞാനൊക്കെ ആണെങ്കിൽ പകുതി ആകുമ്പോൾ തലച്ചിട്ട് താഴെ വീഴും. പാട്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, മൂഡുണ്ടായിരുന്നു. പിന്നെ അങ്ങിങ്ങ് ഈ പറഞ്ഞ പോലെ കുറച്ച് കറക്ഷൻ്റെ ഭാഗങ്ങൾ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, മനസ്സിലായി ഉണ്ടാവുമല്ലോ ശ്രീരേഖ. പക്ഷെ എന്നാലും ഓവറോൾ ഒരു മൂഡുണ്ടായിരുന്നു.
ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. നന്നായി പാടി ശ്രീരേഖ. താങ്ക് യു മാം. ഋഷികേഷ് നല്ല സിംഗിങ് ആയിരുന്നു. ആൻഡ് ഡാൻസേഴ്സ്, മൈ ഗോഡ്, ഫെന്റാസ്റ്റിക്. ഫുൾ ഓഫ് എനർജി. എന്തൊരു സ്റ്റാമിന, മൈ ഗോഡ്. സീരിയസ്ലി ഫുൾ എനർജി അവർക്കായിരുന്നു നിങ്ങളെക്കാട്ടിലും. ശ്രീരേഖ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ശ്രീരേഖയുടെ വോയിസ് ഹാൻഡ്ലിങ്. ഒത്തിരി കൺട്രോൾ കിട്ടാണ്ട് നമ്മൾ കൺട്രോളില്ല, കുറച്ച് കൺട്രോൾ വരുത്തണം എന്നൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം കുറേ റൗണ്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സോങ്ങിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല. ഓക്കെ, ശ്രീരേഖയ്ക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ഒന്നും കൂടി പാടണമായിരുന്നു. ഓക്കെ, ദാറ്റ് ഡസൻറ്റ് മീൻ ഷൗട്ടിങ്. ഇതേ ഇതിൽ കുറച്ചും കൂടി ബ്രിസ്ക് ആവണമായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ഋഷികേഷ് വാസ് വെരി ബ്രിസ്ക്, നൈസ് സിംഗിങ്. എനിക്ക് വേറൊന്നുമില്ല, ആ ഗ്രൂവിൽ അങ്ങോട്ട് നിങ്ങൾ സുഖമായിട്ട് പാടി. ശ്രീരേഖ ചെയ്ത കുറച്ച് ഡാൻസ് മൊമെൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു ശ്രീരേഖ. ഓക്കെ, അത് കുറച്ചും കൂടി ആ കോൺഫിഡൻസും സ്റ്റേജ് പ്രസൻസും അതൊക്കെ ഇനിയും കൂടി പഠിച്ചെടുക്കുക. ശ്രീരേഖ വന്നുകൊണ്ടിരിക്കണു ആ ഗ്രൂവിലേക്ക്, ഒന്ന് വേഗം വന്നോളൂ. ഓക്കെ, കുറച്ചും കൂടി ബ്രിസ്ക് ആവണം. ഈ അത്രയ്ക്ക് ഹൈ എനർജറ്റിക് സോങ് നിങ്ങളുടെ എനർജി ലെവൽസ് അതിനോടൊപ്പം മാച്ച് ചെയ്യണ്ടേ. സോ അത്ര അങ്ങനെ 6/8 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. സോ ആ ഒരു ടെമ്പോ നിങ്ങൾക്കും മനസ്സിലും ഇറ്റ് ഷുഡ് ബി ഓൾ ഓവർ യുവർ ബോഡി, ദ വേ യു സിങ്, ദ വേ യു സ്റ്റാൻഡ്, എല്ലാത്തിലും ഉണ്ടാവണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൈസ് പെർഫോമൻസ്. അതർവൈസ് താങ്ക് യു ജഡ്ജസ്. ശ്രീരേഖ, നമുക്ക് കമന്റ്സ് കേട്ടു, മാർക്സ് ചോദിക്കാം. ശരത് സർ. യെസ് ശ്രീരേഖ, പറയൂ, എത്ര ആയിരിക്കും? കൂടുതലൊന്നും പറയരുത് കേട്ടോ, അടുത്തിരിക്കുന്ന ആ ആങ്കർ വഴി തെറ്റിക്കും. എത്ര വരെ 20 വരെ പറയാം മോളെ. അല്ല, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം, നമ്മുടെ ഡാൻസേഴ്സിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അവരുടെ സ്റ്റാമിന ഇപ്പം അൽഫോൺസ് പറഞ്ഞ പോലെ എനിക്കൊക്കെ ശ്വാസം മുട്ടി. അവരിനി 1.5 മിനിറ്റ് കൂടെ കളിച്ചിരുന്നെങ്കിൽ എൻ്റെ മൂക്കി പഞ്ഞി വെക്കേണ്ടി വന്നേ. ശ്വാസം പൊട്ടി ഞാൻ മരിച്ചേനെ. ഇല്ല, നമ്മളൊക്കെ ട്രെഡ്മില്ലിൽ നടക്കുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ നടക്കുമ്പോഴത്തേക്ക് ചുമ്മാ നടന്നാൽ തന്നെ തളർന്നു പോവാറുണ്ട്. ഇവര് കിടന്ന് എന്തായിരുന്നു, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എനർജിയെ കൂടെ അവരെ എടുത്തേതെന്ന്. മൊത്തം നിങ്ങൾ അവശകലാകാരായിട്ട് മാറി. അവസാനം എന്തൊക്കെയാലും അവർക്ക് എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഈ ആരോഗ്യം അവർക്ക് എന്നും ദൈവം നിലനിർത്തട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 20 മാർക്ക് ഞാൻ തരുന്നു. 20 on 25. അൽഫോൻസ് ചേട്ടാ? 20. 20 on 25. മഹതി മാം? 20. 20 on 25. അപ്പോൾ ശ്രീരേഖ ഡുവറ്റ് സോങ്സിൽ കിട്ടിയത് 60 out of 75. നല്ല മാർക്കാണ്. ഋഷികേഷ് ശ്രീരേഖനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിൽ ഒത്തിരി നന്ദിയുണ്ട്. ഇനി അങ്ങോട്ടുള്ള റൗണ്ട്സ് നന്നായി തന്നെ പെർഫോം ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.